ന, 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 ന. നീ എവിടേക്കാ പോണ്? ഞാൻ എവിടേക്കും പോണില്ല. ഈ ഡ്രസ്സ് കണ്ടോ? ഇന്നലെ ഇക്ക എടുത്തിട്ട് വന്നതാ. എങ്ങനെയുണ്ട്? കൊള്ളില്ലടി, ഒട്ടും കൊള്ളില്ല. അയ്യേ, ഇത് എന്ത് കളറാടി? നരച്ച കളറ്. ഡ്രസ്സ് ഭയങ്കര ബോറാട്ടോ. ഒന്നാമത് നീയേ ഒരു കോലം കെട്ടവളാ. പിന്നെ ഇപ്പം ഈ ഡ്രസ്സും കൂടി തള്ളിക്കറ്റിയാൽ പറയണോ? കോലിൽ വല്ല തുണി ചുറ്റിയ പോലെ ഉണ്ടാവും. നല്ല ചേലായിരിക്കും കാണാൻ. ഓ, സഹിച്ചു. എനിക്കിപ്പോൾ താത്തൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. എനിക്കിതേ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഓ, ആയിക്കോട്ടെ. ഞാനൊരു പച്ചയെ സത്യം പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റിയില്ല. വേണ്ട. ഏ ഏ പിന്നെ പച്ചയായ സത്യം പറയുന്ന ഒരാൾ വേറെ എവിടെയില്ലെങ്കിൽ. ഇങ്ങനൊരു അസൂയ മൂത്ത സാധനം ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു സാധനം അത്. എന്തായി, വല്ലതും നടക്കുമോ? കുറെ നേരമായാലും അടുക്കളയിൽ കിടന്ന് ചുറ്റി തിരിയണു. അതോ ഞങ്ങളിന്ന് വെറുംചോറ് തിങ്ങേണ്ടി വരുമോ? ഇങ്ങോട്ട് മാറ്, ഞാനൊന്ന് നോക്കട്ടെ. ഇതോട് നിന്റെ സ്പെഷ്യൽ വറുത്തരച്ച സാമ്പാർ. 1 കിലോ മുളക് പൊടി അങ്ങനെ ഇത് കൊട്ടിട്ടുണ്ടല്ലോ. ഇവിടുത്തെ മുളക് പൊടി മൊത്തം കഴിഞ്ഞോ? പോരാത്തതിന് ഉപ്പും ഇല്ല. ഇത് എന്ത് കൂട്ടാനാടി? നിന്നോടൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ വേണം തല്ലി കൊല്ലാൻ. ഇതങ്ങനെ കൊണ്ടുപോയി തെങ്ങുചോട്ടി കൊട്ടണം, ഇല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ വയറ് കേടാവും. ഞാൻ വേറെ വെച്ചോണ്ട്. അതാ നല്ലത്. അതിനിപ്പോ എന്താ കുഴപ്പം? നന്നായിട്ടുണ്ടല്ലോ. എന്താ ടേസ്റ്റ്. നീയേ അങ്ങോട്ട് മാറി നിന്നിട്ടേ ആ ഉള്ളിയും തക്കാളിയൊക്കെ അരി. നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള പണി അതാ. ഇതൊക്കെ കുറച്ച് ബുദ്ധിയുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാ, എന്നെ പോലുള്ളവർക്ക്. വേറെ ആരും ഇല്ലെങ്കിൽ. ഡി, പച്ചക്കറി വണ്ടി വന്നിട്ടുണ്ട്. നീ ഒരു 100 രൂപ എടുത്തിട്ട് വാ, നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഇവിടെ ഉള്ളിയും തക്കാളി ഒന്നുമില്ല. അയ്യോ താത്ത, എൻ്റെ പൈസ ഇല്ലല്ലോ. ഇനിയിപ്പോൾ ഇക്ക വരണം. അല്ലെങ്കിൽ താത്ത ഒരു കാര്യം ചെയ്യ്, താത്ത വാങ്ങിക്കേ. ഇക്ക വന്നിട്ട് ഞാൻ പൈസ തരാം. ശരി. വേണ്ടായിരുന്നു, എൻ്റെ പൈസ പോവെന്തോ. വാങ്ങിച്ചു താത്താ? വാങ്ങിച്ചു. 250 രൂപ കേട്ടോ. അപ്പം 125 വെച്ചിട്ട് കേട്ടോ. ഞാൻ ഇക്ക വന്നിട്ട് തരാട്ടോ. തന്നാ മതി. എൻ്റെ 125 രൂപ പോവോ അതോ കിട്ടുമോ? വെറുതെ വാങ്ങിച്ചു. ഇത് നേരത്താണാവോ? അടി, നിന്റെ ഇക്ക വന്നോ? ഇല്ലാത്ത. എൻ്റെ 125 രൂപ. 125 രൂപ ഉണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യായിരുന്നു. കിട്ടാണ്ടൊരു സമാധാനവും ഇല്ല. ഇക്ക വന്നിട്ടുണ്ടാവും. അവളുടെ ഇക്ക വന്നു. പോയി നോക്കാം. താത്താ, ഇന്ന പൈസ കേട്ടോ. സമാധാനമായി. ഇപ്പോഴെൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്തായാലും കിട്ടിയല്ലോ എൻ്റെ 125 രൂപ. പിന്നെ ഇക്ക, നമുക്ക് നാളെ ഒന്ന് കടൽ കാണാൻ പോയല്ലോ. കുറേ ആയില്ലൊക്കെ നമ്മൾ പുറത്തേക്കൊന്ന് പോയിട്ട്. പിന്നെ നമുക്കൊരു സിനിമയും കാണാം. ശരിടി, നമുക്ക് നാളെ കടലൊക്കെ കണ്ട് സിനിമയ്ക്കൊക്കെ പോയി രാത്രി ഫുഡൊക്കെ കഴിച്ച് നമുക്ക് മെല്ലെ വരാം കേട്ടോ. ഒക്കെ എൻ്റെ പൊന്നിൻ്റെ ഇഷ്ടം പോലെ. അതെ, എന്തായാലും ഇപ്പം ഉമ്മാനെ കൂടെ താത്തിയുണ്ടല്ലോ ഇവിടെ. അപ്പം എന്തായാലും നമുക്ക് മെല്ലെ വന്നാൽ മതി. ഓഹോ, അപ്പം രണ്ടും കൂടി നാളെ കടൽ കാണാൻ പോവുക. എനിക്കും ഉണ്ട് ഒരു കെട്ടിയവൻ. കടലിൽ പോയിട്ട് ഒരു പെട്ടിക്കട പോലും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. അവളുടെ ഒരു ഭാഗ്യം. എങ്ങനെ ഇപ്പം ഇത് മുടക്കുക? അങ്ങനെ ഇപ്പോൾ അവൾ കടൽ കാണണ്ട. ഒരു വഴിയുണ്ട്. അല്ല, താത്തത് എവിടേക്കാ? ഞാനേ എൻ്റെ വീട്ടിലേക്കൊന്ന് പോവാട്ടോ. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ അത്യാവശ്യമാണ് തോന്നണു. പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ കേട്ടോ. നീ ഇവിടെ ഉണ്ടാവണം കേട്ടോ.
ഉമ്മാക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുള്ളതെന്നൊക്കെ അറിയാലോ. അതുകൊണ്ട് നീ എവിടേക്കും പോരുത് കേട്ടോ. ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ ഉണ്ടാവണം. ശരി എന്നാ. ടാറ്റാ. ഇതവര് മനഃപൂർവ്വം ഭയങ്കര സാധനം തന്നെ. ഇന്നത്തെ പോക്ക് മുടങ്ങി. ഇവിടെ നിന്ന് നീ പോണത് എനിക്കൊന്ന് കാണണം.